ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. 2-3 ദിവസമായി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് തിരക്കുകളിൽ പെട്ടതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. 16/1/2025 എൻ്റെ അമ്മ മരിച്ചിട്ട് 5 വർഷം തികയുന്ന ദിവസമാണ്. അപ്പോൾ അന്ന് എല്ലാ വർഷത്തെ പോലെ അമ്മയെ ദഹിപ്പിച്ച സ്ഥലത്ത് പോയി ഹാരവും പൂക്കളുമൊക്കെ അർപ്പിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ മടങ്ങിയത്. അപ്പോൾ ഇന്നലെ ആയിരുന്നു ആ ചടങ്ങുകളൊക്കെ. ഇനി അമ്മ മരിച്ച നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. അപ്പോൾ അത്തം നക്ഷത്രത്തിൻ്റെ അന്നാണ്. ഇത് ഇംഗ്ലീഷ് വർഷമാണ് ഞാൻ പറഞ്ഞത്. ഇനി അത്തം നക്ഷത്രത്തിലാണ് അമ്മയുടെ മരണം, മകരമാസം. അത് ഈ വരുന്ന 20-ാം തീയതിയാണ്. അന്നായിരിക്കും അമ്മയുടെ അസ്ഥിയൊക്കെ നിമഞ്ജനം ചെയ്ത വർക്കല പാപനാശിനിയിൽ പോയാണ് നമ്മൾ ബലിയിടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കർക്കിടക വാവ് ബലി, അത് ഞാൻ ഇട്ടതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആണ്ടുബലിയാണ്. ആണ്ടുബലി എല്ലാ വർഷവും മുടങ്ങാതെ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ആ വ്ളോഗിൽ ഞാൻ വീണ്ടും പറയുന്നതായിരിക്കും. അതിൽ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് നേരെ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, എല്ലാ വ്യക്തിക്കും അമ്മ എന്ന് പറയുന്നത് അത്രയും ഒരു എന്താണ് പറയുന്നത്, നമ്മുടെ വ്യക്തിപരമായ എന്ത് വിഷമങ്ങളും എന്ത് സങ്കടങ്ങളും എന്ത് പ്രയാസങ്ങളും, അല്ലെങ്കിൽ നമുക്കൊരു നല്ല കാര്യം വരുമ്പോൾ ഒക്കെ ആദ്യം നമുക്ക് പറയാൻ തോന്നുന്നത് എല്ലാ വ്യക്തികൾക്കും അവരുടെ അമ്മയോടായിരിക്കും, അല്ലേ? ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ ഒന്നും ചിലപ്പോൾ അവരെ നമുക്ക് നോക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പലരും പല സാഹചര്യങ്ങളിൽ പെട്ടായിരിക്കും ജീവിക്കുന്നത്. പക്ഷെ എന്നാലും മോശമായ വാക്കുകൾ പറയാതെയും നമ്മൾ മനഃപൂർവ്വമായി അമ്മയെ വേദനിപ്പിക്കാതെ ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. അത് ഞാൻ 100% എൻ്റെ അമ്മയെ വേദനിപ്പിച്ചിട്ടില്ല. എന്നാൽ കഴിയുന്ന രീതിയിൽ വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ അമ്മ പെട്ടെന്ന് ഒരു ഫീവർ വന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ 10-20 ദിവസത്തോളം കിടന്നാണ് മരിച്ചത്. അപ്പോൾ ആ മരണസമയത്തെല്ലാം ഞാനെല്ലാം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബാക്കിയുള്ള ഞാനും എൻ്റെ സഹോദരങ്ങളും എല്ലാം അമ്മയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതാണ് ഒരമ്മയ്ക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ സഹോദരനെ കൊണ്ടും ഒക്കെ പറ്റുന്നത് പോലെ അമ്മയോടൊപ്പം എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. എൻ്റെ സിസ്റ്ററുണ്ട്. സിസ്റ്ററും അമ്മയുടെ കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ നമ്മളെക്കൊണ്ട് ചെയ്യാവുന്നത് ചെയ്തു. പക്ഷേ നഷ്ടം എന്നും നഷ്ടമായി തന്നെ നിൽക്കുന്നു. ഓരോ വ്യക്തികൾക്കും അമ്മയുടെ നഷ്ടം, ഒരു വീടെന്ന് പറയുമ്പോൾ അവിടെ അമ്മ വേണമല്ലേ? അപ്പോൾ അമ്മ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം നമുക്ക് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിന് ഏത് വയസ്സിലായാലും ശരി. ചില ആളുകൾ പറയുന്നത് പിന്നെ അമ്മയ്ക്ക് ഒരു ബലി, ആണ്ടുബലി എന്ന് പറയുന്ന 1 വർഷം തികയുമ്പോൾ ഇടുന്ന ബലി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവർക്ക് ബലിതർപ്പണം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, അമ്മ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം മക്കൾക്ക് എന്തൊരു ആപത്തെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്കൊരു കാര്യം തരാതെ അമ്മ ഒരു കാര്യം, ഭക്ഷണം പോലും കഴിക്കില്ല. നമുക്ക് തന്നതിന് ശേഷം മാത്രമായിരിക്കും എല്ലാ അമ്മമാരും ആഹാരം കഴിക്കുന്നതല്ലേ? അപ്പോൾ ഈ അമ്മ മരിച്ചു കഴിഞ്ഞാൽ, അമ്മയോ അച്ഛനോ മരിച്ചു കഴിഞ്ഞാൽ എത്ര കാലം നമ്മൾ അവരുടെ മക്കളായി ഈ ഭൂമിയിൽ തുടരുന്നു, അത്രയും കാലം വരെ നമ്മൾ അവർക്ക് കടപ്പെട്ടവരാണല്ലേ? അവരുടെ മക്കളായാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പോയി ഒരു ബലിതർപ്പണം ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ അത് ചില ആൾക്കാർ അതിനെ അന്ധവിശ്വാസമായി കാണുന്നവരുണ്ട്. എന്ത് വിശ്വാസത്തിൻ്റെ പേരിലായാലും മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. ബലിതർപ്പണത്തിൽ കൂടി അവർക്ക് മോക്ഷപ്രാപ്തി ലഭിക്കും, അവർ സായുജ്യം നേടും എന്നൊക്കെ ആണ് നമ്മുടെ ഋഷിവര്യന്മാരെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നതല്ലേ? അല്ലെങ്കിൽ നമ്മുടെ വേദങ്ങളെല്ലാം നമ്മളെ അനുശാസിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നത് വഴി നമ്മുടെ മനസ്സിനും ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ട്. വർക്കല പാപനാശിനി ഞാൻ പറയേണ്ട കാര്യമില്ല, പോയിട്ടുള്ളവർക്കറിയാം. അവിടെ ജനാർദ്ദന സ്വാമിയാണ്. അപ്പോൾ അവിടെ നമ്മൾ അവിടെ പോയാൽ ഈ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി, അവരുടെ ജനിച്ച നാളല്ല നമ്മളവിടെ പറയേണ്ടത്, അവർ മരിച്ച ആ ജന്മനക്ഷത്രം. ഇപ്പം എൻ്റെ അമ്മയുടെ നക്ഷത്രം ആറ്റുകാൽ ഭഗവതി ദേവിയുടെ ഉത്സവ ദിവസമായ പൂരം നക്ഷത്രത്തിലാണ് എൻ്റെ അമ്മ ജനിച്ചത്. പക്ഷേ അമ്മ മരണപ്പെട്ടത് അത്തം നക്ഷത്രമായതുകൊണ്ട്
അത്തം നക്ഷത്രത്തിലാണ് നമുക്ക് അവിടെ ഈ ജനാർദ്ദന സ്വാമിയുടെ ക്ഷേത്രത്തിൽ നമുക്ക് പൂജകൾ ചെയ്യേണ്ടത്. അവിടെ നമുക്ക് സായുജ്യ പൂജ നടത്താം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ പാൽപ്പായസം നൈവേദ്യമായി മരിച്ചവരുടെ പേരിൽ വെച്ചിട്ട് നമുക്ക് മറ്റുള്ളവർക്കെല്ലാം അത് ദാനമായി അത് കൊടുക്കാം. അവിടെ ഇരിക്കുന്ന വന്നിരിക്കുന്ന ആൾക്കാർക്കെല്ലാം അത് നമുക്ക് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ പാപനാശിനി അവിടത്തെയും ജനാർദ്ദന സ്വാമി ബലിമണ്ഡപത്തിൽ ജനാർദ്ദന സ്വാമിയുടെ ഒരു വലിയ വിഗ്രഹമുണ്ട്. അത് കടലിനെ അഭിമുഖീകരിച്ചാണ് ഇരിക്കുന്നത്. അവിടെ പറയുന്ന മന്ത്രങ്ങളെല്ലാം നമ്മൾ അതേപടി തിരിച്ച് ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ കടലിലേക്കാണ് ഇതെല്ലാം അതായത് ബലിയിട്ട ബലിതർപ്പണം സമർപ്പിക്കേണ്ടത്. എന്നിട്ട് ജനാർദ്ദന സ്വാമിയെ തൊഴുതാണ് മടങ്ങേണ്ടത്. അപ്പോൾ ഇതാണ് ബലിതർപ്പണത്തിൻ്റെ ഒരു ചെറിയ രീതി ഞാൻ പറഞ്ഞത്. ഞാൻ അമ്മയുടെ ആണ്ടുബലി എന്ന് പറയുന്നത് 1 വർഷമായപ്പോൾ ഉള്ള ബലി എവിടെയാണ് ഇട്ടതെന്നറിയാമോ? തിരുനാവായ ടെമ്പിൾ എന്ന് പറയും, മലപ്പുറത്തുള്ള തിരുനാവായ ടെമ്പിൾ. അവിടെ ഇട്ട ബലി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബലി തന്നെയായിരുന്നു. വെളുപ്പാങ്കാലം 5 മണിയോടുകൂടിയാണ് ആ ബലി ഇട്ടത്. അത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. പാപനാശിനിയിലെ ബലിയും വളരെ നല്ല രീതിയിൽ തന്നെയാണുള്ളത്. പക്ഷേ തിരുനാവായിലെ ബലിതർപ്പണം എന്ന് പറയുന്നത് അത്രയും വിശേഷപ്പെട്ട ബലിതർപ്പണമായാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ പാപനാശിനിയിലാണ് എൻ്റെ അമ്മയുടെ അമ്മ അന്തി ഉറങ്ങുന്നതെന്ന് വേണമെങ്കിലും പറയാം. അവിടെയാണ് നമ്മളെല്ലാം നിമഞ്ജനം ചെയ്തത്. പാപനാശിനിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ അമ്മയുടെ പ്രസൻസ് അറിയാൻ കഴിയും. നമ്മുടെ മനസ്സിൽ അത്രയും അമ്മ ആഴത്തിലുള്ളത് കൊണ്ടാവാം നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നുന്നത്. കാര്യം എന്തായാലും അമ്മയെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകൾ ഒരിക്കലും മരിക്കുന്നില്ല എന്നാണ് ഞാൻ പറയാൻ വന്നത്. ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ചെയ്യേണ്ട എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് അമ്മയുടെ കാര്യത്തിലായാലും അച്ഛൻ്റെ കാര്യത്തിലായാലും നമ്മളത് ചെയ്യണമെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഖലീൽ ജിബ്രാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരാശിയുടെ ചുണ്ടത്തെ ഏറ്റവും മനോഹരമായ ഏറ്റവും മധുരമായ ശബ്ദം എന്ന് പറയുന്നത് അമ്മ എന്നുള്ളതാണ്. അതുപോലെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അമ്മയിൽ നിന്നാണ് നമ്മൾ ഏറ്റവും സാന്ദ്രമായ സ്നേഹത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത്. അമ്മയിൽ നിന്നാണ് നമ്മുടെ ജീവിതചര്യകൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പഠിക്കുന്നത്. അമ്മ ഒരാൾ മാത്രമാണ് നമുക്ക് വേണ്ടി, നമ്മളെന്ത് തെറ്റ് ചെയ്താലും അതിനെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ അമ്മയായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പറയുന്നത്, ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയാൽ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് അമ്മ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാ അമ്മമാരെയും കരുതലോടെയും സ്നേഹത്തോടെയും നമുക്ക് നോക്കാൻ കഴിഞ്ഞാൽ അതുതന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അമ്മയുടെ ഓർമ്മകൾ ഒന്നുകൂടി മനസ്സിൽ വന്നു പോവുകയാണ്. ഒരിക്കലും അമ്മ നമ്മൾ മരിക്കുന്ന കാലത്തോളം നമ്മുടെ അമ്മയുടെ ഓർമ്മകളും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. അടുത്ത വ്ളോഗിലൂടെ കാണാം. അപ്പോൾ താങ്ക് യു, ടേക്ക് കെയർ.